നാഗാരാധന എന്നത് സർപ്പങ്ങളെ ആരാധിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രാകൃത ആചാരമാണ്. ഇത് പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിലും കേരളത്തിലും പ്രചാരത്തിലുള്ള ഒരു ആരാധനാരീതിയാണ്. സർപ്പങ്ങളെ ദേവതകളായി കണക്കാക്കി പൂജിക്കുന്ന ഈ ആചാരം പലയിടത്തും നാഗാരാധന അല്ലെങ്കിൽ നാഗമന്ത്രം എന്നും അറിയപ്പെടുന്നു. കേരളത്തിലെ നാഗാരാധന, സർപ്പാരാധന പ്രാചീനകാലം മുതലേ നിലനിൽക്കുന്ന ഒരു ആചാരമാണ്. ഇതിന്റെ ഉദ്ഭവവും പ്രചാരവും ദക്ഷിണേന്ത്യയിലെ ആദിവാസി ഗിരിവാസി സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഉദ്ഭവവും ചരിത്രവും ദ്രാവിഡാദിവാസി സംസ്കാരത്തിന്റെ സ്വാധീനം കേരളത്തിലെ പ്രാചീന ആദിവാസി സമൂഹങ്ങൾ പുലായർ, കുറുമ്പർ, മലവേടർ തുടങ്ങിയവർ സർപ്പങ്ങളെ ദേവതകളായി ആരാധിച്ചിരുന്നു. സർപ്പങ്ങൾ ഭൂമിയുടെ ശക്തിയുടെ പ്രതീകമായി കണക്കാക്കപ്പെട്ടു. ഭൂമിയിൽ, പ്രത്യേകിച്ച് കുന്നുകളിലും കാടുകളിലും വസിക്കുന്ന ജീവികളായതിനാൽ അവയെ ആരാധിക്കുന്നത് ഭൂമിയുടെ അനുഗ്രഹം നേടാനുള്ള ഒരു മാർഗമായി കണക്കാക്കി. ഹിന്ദു പുരാണങ്ങളിൽ നാഗങ്ങൾക്ക് ഉയർന്ന സ്ഥാനമുണ്ട്. അനന്തൻ, വാസുകി, തക്ഷകൻ തുടങ്ങിയ നാഗരാജാക്കന്മാരെ ദേവന്മാരായി പൂജിക്കുന്നു. കേരളത്തിൽ നാഗരാജാവ്, സർപ്പരാജാവ് എന്ന ദേവതയായി ആരാധിക്കപ്പെടുന്നു. പല കുടുംബങ്ങളിലും നാഗകുളം അല്ലെങ്കിൽ സർപ്പക്കാവ് ഉണ്ടായിരുന്നു. പാറശാല രാജാക്കന്മാർ, മണ്ണാർശാരി, ഐതിഹ്യം തുടങ്ങിയവയിൽ സർപ്പാരാധനയുടെ പ്രാധാന്യം കാണാം. നാഗമണ്ഡലം, സർപ്പങ്ങളുടെ ചിത്രം വരച്ച് ആരാധിക്കൽ, പാമ്പുകളെ പാൽ കൊടുക്കൽ തുടങ്ങിയ ആചാരങ്ങൾ പ്രചാരത്തിലുണ്ട്. നാഗാരാധനയുടെ പ്രധാന ആചാരങ്ങൾ നാഗക്കാവുകൾ. കേരളത്തിൽ നിരവധി നാഗക്ഷേത്രങ്ങൾ പയ്യന്നൂർ, മണ്ണാർശാല, വെട്ടിക്കോട് തുടങ്ങിയവ ഉണ്ട്. അയ്യപ്പനുമായുള്ള ബന്ധം. ശബരിമല യാത്രയിൽ മലികപൂർത്തം സർപ്പങ്ങളെ പൂജിക്കൽ നടത്തുന്നു. തുലാം മാസത്തിലെ പൂജ. മലയാള മാസം തുലാം, ഒക്ടോബർ, നവംബർ സർപ്പങ്ങളുടെ പ്രീതിക്കായി പ്രത്യേക പൂജകൾ നടത്തുന്നു. ആധുനിക കാലത്തെ സ്വാധീനം. ഇന്നും കേരളത്തിലെ ഗ്രാമീണ പ്രദേശങ്ങളിൽ നാഗാരാധന ജീവനുള്ള ഒരു സംസ്കാരമാണ്. പ്രത്യേകിച്ച് സർപ്പദംശനഭയം, സന്താനപ്രാപ്തി, വാസ്തുദോഷാന്തി തുടങ്ങിയവയ്ക്കായി ഇന്നും നാഗദൈവങ്ങളെ പൂജിക്കുന്നു. കേരളത്തിലെ നാഗാരാധനയുടെ ഉദ്ഭവം പ്രാചീന ആദിവാസി ദ്രാവിഡ സംസ്കാരത്തിൽ നിന്നാണ്. പുരാണങ്ങളിലൂടെയും ഐതിഹ്യങ്ങളിലൂടെയും ഇത് ഇന്നും ജീവനുള്ള ഒരു ആരാധനാരീതിയായി തുടരുന്നു. പുരാണങ്ങൾ പറയുന്നു, നാഗങ്ങൾ ഭൂമിയുടെ രക്ഷകരാണെന്ന്. അനന്തനാഗത്തിന്മേൽ വിശ്രമിക്കുന്ന വിഷ്ണുവിനെ പോലെ സർപ്പങ്ങൾക്ക് ദൈവികമായ ഒരു സ്ഥാനമുണ്ട്. കൃഷിയുടെ ഫലവത്വം, സമ്പത്ത്, രോഗനിവാരണം എല്ലാം നാഗദേവതകളുടെ അനുഗ്രഹത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു.